ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ട്വിസ്റ്റിൻ്റെ നമ്മുടെ ഹീറോയിൻ്റെ രഹസ്യം, അതായത് നമ്മുടെ ഹീറോയിൻ പെണ്ണാണെന്നുള്ള രഹസ്യം ആ പാലസിൽ ഒരാൾ അറിയുന്നു. അയാൾ അത് മറച്ചു വെക്കുമോ അതോ പാലസിലുള്ള എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ ഹീറോയിന് പണിഷ്മെൻറ്റ് വാങ്ങിക്കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് വഴിയേ അറിയാം. നമ്മുടെ കിങ് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ, ഫ്ലവേഴ്സ് പാർട്ടി എന്ന്. എന്തായാലും എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയിൻ ആ ഫ്ലവേഴ്സ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കെ എനിമെന്ന് താഴെ വീടാൻ പോയി. അപ്പോൾ നമ്മുടെ കിങ് വേഗം ചാടി പിടിച്ചു. എന്നിട്ട് എന്തോ ഓർത്തിട്ട് പെട്ടെന്ന് അവളെ നിലത്തന്നെ ഇട്ടിട്ട് പറഞ്ഞു, ഷോ എൻ്റെ ഡ്രസ്സൊക്കെ അങ്ങ് കേടുവന്നല്ലോ എന്ന് പറഞ്ഞ് ലൂവിനോട് പറഞ്ഞു, ദാ ഇവൾ ഈ മാസത്തെ ശമ്പളം അങ്ങ് കട്ട് ചെയ്തേക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ അവിടുന്ന് പോകുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഇതിനേക്കാൾ ഭേദം താൻ എന്നെ പിടിക്കാതിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ വിഷമിച്ച് നിൽക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രിൻസും മിനിസ്റ്ററും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. മിനിസ്റ്റർ പ്രിൻസിനോട് പറയുന്നു, പ്രിൻസെ, നിങ്ങൾ യുദ്ധഭൂമിയിൽ നിന്ന് വന്നിട്ട് ആദ്യമായിട്ട് വെക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ അതേ ദിവസം തന്നെ എംപററും ഒരു ഫ്ലവേഴ്സ് പാർട്ടി ഉണ്ടാക്കി. ഈ ഫ്ലവേഴ്സിലൊക്കെ എന്തിരിക്കുന്നു കാണാൻ? എന്തിനാ ഇത് മനഃപൂർവ്വം പ്രിൻസിനെ താഴ്ത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പാർട്ടിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രിൻസ് ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചിരുന്നോ? ആരൊക്കെ വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ മന്ത്രിമാരും പറഞ്ഞു നമ്മുടെ പാർട്ടിക്ക് തന്നെ വരാമെന്ന്. കിങ്ങിൻ്റെ പാർട്ടിയിലോട്ട് ആരും പോകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു. അത് കേട്ടിട്ട് നമ്മുടെ പ്രിൻസ് പറയുന്നു, ഞാൻ വന്ന ശേഷം ഒരുപാട് തവണ കിങ്ങിനെ കാണാൻ ശ്രമിച്ചതാണ്, പക്ഷേ കിങ് എന്നെ കാണാൻ കൂട്ടാക്കിയില്ല. ഇനി എന്തായാലും കിങ് എന്നെ വന്ന് കാണട്ടെ. എല്ലാ മന്ത്രിമാരും എൻ്റെ അടുത്ത് വരുമ്പോൾ എന്തായാലും കാരണം അന്വേഷിച്ച് കിങ്ങും ഇങ്ങോട്ട് വരുമല്ലോ. എന്നാൽ പിന്നെ കിങ് എൻ്റെ അടുത്ത് വരട്ടെ, അപ്പോൾ ഞാൻ കിങ്ങിനെ കണ്ടോളാം എന്ന് പറയുന്നു. ഇപ്പുറത്ത് നമ്മുടെ കിങ്ങിൻ്റെ പാലസിലും പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തകൃതിയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ജോലിയെടുത്ത് നല്ലോണം കുഴഞ്ഞു. എന്നാൽ പിന്നെ ഇടയ്ക്ക് വെച്ചെന്ന് മുങ്ങിക്കളയാമെന്ന് പറഞ്ഞ് മെല്ലെ അവിടുന്ന് ഹീറോയിൻ തടി തപ്പുന്നു. പക്ഷേ ഹീറോയിനെ അന്വേഷിച്ച് ലൂ നടക്കുന്നത് കണ്ട് അവിടെ ഇരുന്ന ഒരു പെട്ടിക്കകത്ത് കയറി നമ്മുടെ ഹീറോയിൻ ഒളിക്കുന്നു. ആ ഒളിക്കുന്ന സമയത്ത് തന്നെയാണ് വേറെ 2 മന്ത്രിമാരും നമ്മുടെ കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും കൊണ്ടുവരുന്നത്. ഗിഫ്റ്റും കൊണ്ടുവന്ന 2 മിനിസ്റ്റേഴ്സും മറ്റേ പെട്ടിയിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടെന്നുള്ള കാര്യം അറിയാതെ അവിടെ നിന്ന് പരസ്പരം സംസാരിക്കുകയാണ്. പ്രിൻസ് ഹീച്ചിങ്ങും കിങ്ങും ഒരേ ദിവസമാണ് പാർട്ടി അറേഞ്ച് ചെയ്തത്. നമ്മൾ ആരുടെ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യും? നമ്മൾ ആരെയാണ് കാണേണ്ടി? ഏത് പാർട്ടിക്കാണ് പോവേണ്ടി എന്ന് ഒരാൾ പറയുമ്പോൾ മറ്റേയാൾ പറയുന്നു, സാരമില്ല, നമുക്ക് പ്രിൻസിന്റെ പാർട്ടിക്ക് പോവാം. കിങ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാർട്ടി വെക്കാറുള്ളതല്ലേ. കിങ് പാർട്ടി വെക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ്സിനെ ഓർത്തിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ ഗിഫ്റ്റ്സിന് വേണ്ടിയിട്ടാണ് കിങ് പാർട്ടി വെക്കുന്നത്. നമ്മുടെ ഗിഫ്റ്റ്സ് നമ്മൾ എത്തിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പ്രിൻസിന്റെ പാർട്ടി അറ്റൻഡ് ചെയ്യാം. പ്രിൻസ് ഹീച്ചിങ് ബോർഡറിൽ നിന്ന് വന്ന ശേഷമുള്ള ആദ്യത്തെ പാർട്ടിയാണ്. രാജാവിന് വേണ്ടത് ഗിഫ്റ്റ്സ് ആണ്. അത് നമ്മളിവിടെ എത്തിച്ചു കഴിഞ്ഞു. നമുക്ക് പ്രിൻസിന്റെ പാർട്ടി പോവാം എന്ന് പറഞ്ഞ് അവർ പോകുന്നു. ഇതെല്ലാം ആ ബോക്സിലിരുന്ന് കേട്ടോണ്ടിരുന്ന നമ്മുടെ ഹീറോയിനും വിചാരിക്കുന്നു, ഓ, പ്രിൻസ് ഹീച്ചിങ്ങും ഇന്ന് പാർട്ടി നടത്തുന്നുണ്ടോ, എനിക്കും അവിടെ പോകണം. പക്ഷേ ഇന്ന് നൈറ്റ് എനിക്ക് ഒരുപാട് വർക്കുണ്ട്. തൽക്കാലം ഇപ്പം എന്തായാലും ഞാൻ കുറച്ചു നേരം ഉറങ്ങട്ടെ. രാത്രിക്കലത്തെ കാര്യം അത് രാത്രി നോക്കാം എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് ഉറങ്ങുന്നു. നമ്മുടെ കിങ് ആണെങ്കിലോ ഇത്രയും നേരം കാത്തിരുന്നിട്ടും ഒരാളെ പോലും കാണാത്തതിൽ ലൂവിനോട് ചോദിക്കുന്നു, ഇവിടുത്തെ മിനിസ്റ്റേഴ്സ് ഒക്കെ എവിടെ പോയി? ആരെയും എന്താ കാണാത്തത് എന്ന് ചോദിക്കുമ്പോൾ ലൂ പറയുന്നു, മിനിസ്റ്റേഴ്സ് ഒന്നും വന്നില്ല കിങ്, പക്ഷേ അവരുടെ ഗിഫ്റ്റ്സ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് ബോക്സ് തുറക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഹീറോയിൻ എണീറ്റ് വരുന്നു. നീ ജോലിൻ്റെ ഇടയിൽ ഒന്നോ എന്ന് പറഞ്ഞ് അവൾക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പോകുമ്പോഴാണ് കിങ് ചോദിക്കുന്നത്, അവളുടെ പണിഷ്മെന്റ് അവിടെ നിൽക്കട്ടെ, ഇവിടുത്തെ മിനിസ്റ്റേഴ്സ് ഒക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, കിങ്, ഇതിന്റെ ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ എന്നെ ഈ പണിഷ്മെന്റിൽ നിന്ന് ഒഴിവാക്കുമോ എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നു കാര്യങ്ങളൊക്കെ. ശേഷം നമ്മളെ കാണിക്കുന്ന പ്രിൻസ് ഹീച്ചിങ്ങിന്റെ റെസിഡൻസ് ആണ്. അവിടെ എല്ലാ മിനിസ്റ്റേഴ്സും വന്നു കഴിഞ്ഞു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാവരും പ്രിൻസിനെ ഗ്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നു. ഹീറോയെ കണ്ടപാടെ എല്ലാവരും ഹീറോയെ ഗ്രീറ്റ് ചെയ്യുന്നു. നമ്മുടെ ഹീറോ എല്ലാവരെയും കണ്ടിട്ട് പറയുന്നു, ആഹാ, പ്രിൻസ് ഹീച്ചിങ്ങിന്റെ പാർട്ടി ഇന്ന് പൊടി പൊടിച്ചല്ലോ. എല്ലാ മിനിസ്റ്റേഴ്സും ഇവിടെ ഉണ്ടല്ലോ. ഇത് നമ്മുടെ മിനിസ്റ്റർ ഡോങ് അല്ലേ? തനിക്ക് വയറിളക്കമാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? ഇപ്പോൾ വയറിളക്കം മാറിയോ? ഇതായിരിക്കുന്നു നമ്മുടെ മിനിസ്റ്റർ വു, താങ്കളുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞല്ലേ എൻ്റെ പാർട്ടിക്ക് വരാതിരുന്നേ? അമ്മയ്ക്ക് സുഖമായോ? ഓ, നിങ്ങൾക്കൊക്കെ ഇത്ര പെട്ടെന്ന് സുഖമായി അല്ലേ? അതായിരിക്കുന്നു നമ്മുടെ മിനിസ്റ്റർ ജാങ്ങിൻ്റെ ബിസിനസ് ട്രിപ്പ് എപ്പോഴാണാവോ പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ വീട്ടിലോട്ട് മാറ്റിയത്? അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് എല്ലാ മിനിസ്റ്റേഴ്സിനെയും നല്ലോണം ഒന്ന് ഊക്കിയിട്ട് നമ്മുടെ കിങ് അവിടെ പോയി ഇരിക്കുന്നു. കിങ്ങിനെ കണ്ടപാടെ പ്രിൻസ് കളിയാക്കി ചോദിക്കുന്നു, കിങ്ങെ, താങ്കൾ അറേഞ്ച് ചെയ്ത പാർട്ടി ആരുമില്ലാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്തു എന്നറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കിങ് പറയുന്നു, ക്യാൻസൽ ചെയ്യാൻ കാരണം എല്ലാവരും ഇവിടെയാണല്ലോ, അവിടെ ആരുമില്ലല്ലോ, അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത്. എനിക്കും അറിയണം എൻ്റെ മിനിസ്റ്റേഴ്സൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. എന്നോട് ഓരോ എക്സ്ക്യൂസും പറഞ്ഞ് ഓരോ വയ്യാഴികയും പറഞ്ഞ് എൻ്റെ പാർട്ടിക്ക് വരാതെ ഇവിടെ പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ വീട്ടിൽ എന്താണ് എൻ്റെ മിനിസ്റ്റേഴ്സ് എല്ലാം ചെയ്യുന്നതെന്ന് എനിക്കും അറിയണം എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറഞ്ഞു, എല്ലാ മിനിസ്റ്റേഴ്സും ഇവിടെ വന്നിരുന്നെങ്കിൽ അതിനർത്ഥം മിനിസ്റ്റേഴ്സിനൊക്കെ കിങ്ങിനോടുള്ള വിശ്വാസം പോയി എന്നല്ലേ. ഇങ്ങിൻ്റെ ഭരണം നന്നായില്ല എന്നുള്ള അഭിപ്രായം അവർക്കുള്ളത് കൊണ്ടാണല്ലോ അവരെല്ലാവരും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞപ്പോൾ കിങ് ദേഷ്യത്തോടെ ചോദിക്കുന്നു, ഓഹോ, എന്നോടുള്ള വിശ്വാസം
നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഇപ്പോൾ പ്രിൻസ് ഹീച്ചിങ്ങിനോടാണോ? അതായത് എൻ്റെ സീറ്റിൽ പ്രിൻസ് ഹീച്ചിങ്ങിനെ ഇരുത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാവരും പേടിച്ച് വിറച്ച് നിലത്ത് കുനിഞ്ഞു വീണു. കാരണം അവരാരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അവരെല്ലാവരും കിങ്ങിനോട് സോറി പറഞ്ഞു. കിങ്ങെ, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. താങ്കൾ തന്നെയാണ് നല്ലൊരു രാജാവ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്താനല്ല ഇങ്ങോട്ട് വന്നത്. ഞാൻ പ്രിൻസ് ഹീച്ചിങ്ങിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നതെന്ന് നമ്മുടെ കിങ് സോഫ്റ്റായിട്ട് അവരോട് എല്ലാവരോടും പറയുന്നു. ആ പാർട്ടിയിൽ വെച്ച് നമ്മുടെ പ്രിൻസ് ഹീച്ചിങ് ഒരുപാട് നല്ല നല്ല പെർഫോമൻസ് ചെയ്ത് അവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും പ്രശംസ നേടി. നമ്മുടെ ഹീറോയും ഒട്ടും മോശമല്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഹീറോയും മന്ത്രിമാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. മന്ത്രിമാരെ എന്റർടൈൻ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഹീറോയിനും ചെറിയൊരു എട്ടിന്റെ പണി കൊടുക്കാൻ നമ്മുടെ ഹീറോ മറന്നിട്ടില്ല. പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ പ്രിൻസ് ഹീച്ചിങ്ങിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇത്രയും നാള് യുദ്ധഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്യുകയല്ലായിരുന്നു. ഇതുവരെ നിങ്ങൾ കല്യാണമൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ നല്ലൊരു വൈഫിനെ കണ്ടെത്തി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം എന്ന് അനുഗ്രഹിച്ച് അവിടുന്ന് എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്നു. പാർട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹീറോയും ഹീറോയിനും ലൂവും കോങ്ങും എല്ലാവരും തിരിച്ച് പാലസിലെത്തി അവർക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ എണ്ണി നോക്കുന്നു. അത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഇത് കുറേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ മാസത്തേക്കാളും ഈ മാസം കുറവാണ് എന്ന് നമ്മുടെ രാജാവ് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നു, നിങ്ങളപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ പാർട്ടി അറേഞ്ച് ചെയ്യാറുണ്ടോ? അപ്പോൾ ലൂ പറയുന്നു, എല്ലാ മാസവും ഒരു വട്ടമല്ല, ചില മാസങ്ങളിൽ 2 വട്ടം, ചില മാസങ്ങളിൽ 3 വട്ടം ഇതേപോലെ പാർട്ടി അറേഞ്ച് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, ഒരു കിങ് ആയിരിക്കുന്നത് എന്ത് സുഖമല്ലേ, എപ്പോൾ വേണേലും പാർട്ടി അറേഞ്ച് ചെയ്യാം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു ബർത്ത്ഡേയോ ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുകയോ ഒക്കെ വേണം ഇങ്ങനെ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടാൻ. ഇവിടെ ആകുമ്പോൾ എപ്പോൾ വേണേലും നിങ്ങൾക്ക് ഗിഫ്റ്റ്സ് കിട്ടുമല്ലേ എന്നങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും അവിടെ വിഷമിച്ചിരിക്കുന്നു. നമ്മുടെ കിങ്ങിനും ഒരുപാട് വിഷമാവുന്നു. കിങ് പറയുന്നു, ലൂ, നീ ഇതെല്ലാം കറക്റ്റായിട്ട് എണ്ണി ചിട്ടപ്പെടുത്തിയിട്ട് നമ്മുടെ മിനിസ്റ്റർ ലീയുടെ കയ്യിൽ കൊടുത്തേക്ക്. ഇനി ആ ഡാമിൻ്റെ പണി വൈകിക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ കിങ് അവിടുന്ന് എണീറ്റ് പോകുന്നു. നമ്മുടെ ഹീറോ അവിടുന്ന് പോയ ശേഷം ലൂ ഓടി വന്ന് നമ്മുടെ ഹീറോയിനെ വഴക്ക് പറയുന്നു, നിനക്ക് എപ്പോൾ എവിടെ എന്ത് പറയണമെന്നൊരു വിവരം ഇല്ലല്ലേ? ഇനി നമ്മുടെ കിങ്ങിൻ്റെ ബർത്ത്ഡേ ആണ്, നീ എന്തിനാ ഇപ്പോൾ ഇവിടെ ബർത്ത്ഡേ പറ്റിയും സെലിബ്രേഷനെ പറ്റിയും പറഞ്ഞത്? നമ്മുടെ കിങ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിച്ചു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന്. നിനക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും നീ ചോദിക്കേണ്ട എന്ന് പറഞ്ഞ് അവരവരുടെ പണി തുടർന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയിനും സങ്കടമായി. നമ്മുടെ ഹീറോ ഒരു ഭാഗത്തിരുന്ന് കുടിച്ചുകൊണ്ട് അവൻ്റെ ചെറുപ്പകാലത്തിൽ നടന്ന സംഭവം ഓർക്കുന്നു. നമ്മുടെ കുട്ടി ഹീറോ അവൻ്റെ ബർത്ത്ഡേ അന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞ്, അമ്മേ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ, എൻ്റെ കൂടെ പുറത്ത് കളിക്കാൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അവനോട് ചൂടാവുന്നു. നീ വേഗം രാജാവിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നേ, നമുക്ക് രാജ്യസദസ്സിൽ പോയി ബർത്ത്ഡേ ആഘോഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് എൻ്റെ ബർത്ത്ഡേ അവിടെ ആഘോഷിക്കേണ്ട, ഇനി അവിടെ ആഘോഷിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കത്തില്ല. ഞാൻ മാത്രം ഒറ്റയ്ക്ക് സിംഹാസനത്തിലിരിക്കണം. എന്നിട്ട് ചുറ്റുമുള്ളവർ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് എന്നെ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞ് അവൻ കരയുമ്പോൾ അവൻ്റെ അമ്മയും അങ്കിളും കൂടി അവനെ നിർബന്ധിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നു. അന്ന് തൊട്ടാണ് അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തത്. നമ്മുടെ ഹീറോ ഇതെല്ലാം ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അവനെ തിരക്കി അവിടെ വരുന്നത്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ കൂട്ടി പോകുന്നു. അങ്ങനെ മോഡേൺ സ്റ്റൈലിൽ നല്ല കേക്കും ക്യാൻഡിലും ഒക്കെ വെച്ച് നമ്മുടെ ഹീറോയ്ക്ക് നല്ലൊരു ബർത്ത്ഡേ സർപ്രൈസ് നമ്മുടെ ഹീറോയിൻ കൊടുക്കുന്നു. എന്തേലും ആഗ്രഹം പറഞ്ഞിട്ട് ആ ക്യാൻഡിൽ ഊതിക്കെടുത്തണം എന്ന് നമ്മുടെ ഹീറോയിൻ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നു, എന്നാൽ നീ എനിക്ക് അമ്പിളിമാമനെ കൊണ്ടുത്താ എന്ന് പറഞ്ഞ് ആ ക്യാൻഡിൽ ഊതിക്കെടുത്തുന്നു. ആണോ, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഓടിപ്പോയി ഹീറോയിൻ്റെ ബാഗിൽ നിന്ന് ക്യാമറ കൊണ്ടുവന്ന് അമ്പിളിമാമനെയും നമ്മുടെ ഹീറോയിനും കൂടി ഒരുമിച്ച് നിന്ന് നല്ലൊരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയുമേ മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ എന്ന് പറഞ്ഞ് എഴുതി നമ്മുടെ ഹീറോയിന് സമ്മാനമായി കൊടുക്കുന്നു. അത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നു. ഇനി തൊട്ട് എല്ലാ വർഷങ്ങളും നിൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കും എന്ന് നമ്മുടെ ഹീറോയിൻ പറയുമ്പോൾ, നീ നിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നു, ഇല്ല, ഞാൻ ആഘോഷിക്കാറില്ല, കാരണം എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട ആൾ ഇപ്പോൾ ഇവിടെ ഇല്ല, അയാൾ മരിച്ചുപോയി എന്ന് അവളുടെ അച്ഛനെ ഉദ്ദേശിച്ച് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നു, എന്നാൽ ഇനി തൊട്ട് എൻ്റെ എല്ലാ ബർത്ത്ഡേ ഞാനും ആഘോഷിക്കാം എന്ന് പറഞ്ഞ് അവരവിടെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയുടെ കണ്ണിൽ എന്തോ കരട് വീഴുന്നത്. ആ കരട് നമ്മുടെ ഹീറോയിൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ലൂ അത് കണ്ട് തെറ്റിദ്ധരിക്കുന്നു. രാജാവേ, ഞാൻ വരാൻ വൈകിയതിൽ എന്നോട് ക്ഷമിക്കണം. ഇവൻ രാജാവിന് എന്തെങ്കിലും ചെയ്തോ? രാജാവിൻ്റെ ചുണ്ടിനൊന്നും പറ്റിയില്ലല്ലോ എന്ന് ലൂ പറയുമ്പോൾ, നീ എന്തുവാടാ പറയുന്നത്? എൻ്റെ കണ്ണിൽ കരട് വീണു, അത് എടുക്കാൻ ഇയാൾ സഹായിച്ചതാണ് എന്ന് രാജാവ് പറഞ്ഞ് രാജാവ് അവിടുന്ന് പോകുന്നു. അവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോയിനോട് രാജാവ്, താങ്ക് യു ലീ, താങ്ക് യു സോ മച്ച്, ഇന്ന് നീ എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു.
ഇപ്പുറത്ത് പ്രിൻസ് ഹീച്ചിങ് നമ്മുടെ ഹീറോയിനെ അന്വേഷിക്കാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നു. അയാൾ വന്നിട്ട് നമ്മുടെ പ്രിൻസിനോട് പറയുന്നു, എനിക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, പക്ഷേ അയാൾക്ക് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്വഭാവമുണ്ട്. അയാൾ ഒരു ബാരലിൽ എപ്പോഴും വെള്ളം നിറയ്ക്കുന്നത് കാണാം. എന്തിനാണെന്നോ ഒന്നും നമുക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, ആണോ എന്ത്, ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ബാരലിൽ വെള്ളം നിറയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവൾ എത്ര ഒഴിച്ചിട്ടും ബാരൽ നിറയുന്നില്ല. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു, ഇത് ഏതായാലും നിറയുന്നില്ല, എന്നാൽ പിന്നെ നിറയുന്നതിന് മുമ്പ് തന്നെ ഇത്ര കുറച്ച് വെള്ളത്തിൽ അങ്ങ് മുങ്ങി നോക്കിയാലോ, ഞാൻ വീട്ടിലെത്തോ ഇല്ലെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളത്തിൽ മുങ്ങി നോക്കുമ്പോൾ അവൾക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. അപ്പോഴാണ് യൂണച്ച് ലീ എന്നൊരു വിളി കേൾക്കുന്നത്. നോക്കുമ്പോൾ അവിടെ പ്രിൻസ് ഹീച്ചിങ് അവൾ അറിയാതെ അതിൽ നിന്ന് എണീറ്റ് നിൽക്കുന്നു. പക്ഷേ നനഞ്ഞ വസ്ത്രമായതുകൊണ്ട് തന്നെ അവളുടെ ശരീരം വ്യക്തമായി പ്രിൻസ് കാണുന്നു. പ്രിൻസ് അറിയുന്നു അവളൊരു പെണ്ണാണെന്നുള്ള കാര്യം. പക്ഷേ പ്രിൻസ് അവൾക്ക് അത് ആരോടും പറയത്തില്ല, മറച്ചു വെക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ പ്രിൻസ് ഹീച്ചിങ് തൻ്റെ കോട്ടൂരി നമ്മുടെ ഹീറോയിന് കൊടുത്തിട്ട്, ഇതിട്ടിട്ട് നീ വേഗം ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പ്രിൻസ് ഹീച്ചിങ്ങിനോട് തൻ്റെ ബോഡിഗാർഡ് വന്ന് പറയുന്നു, പ്രിൻസ് യൂണച്ച് ലീ സാധാരണക്കാരനല്ല, അയാൾക്ക് എന്തൊക്കെയോ തരികിടയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിൻസ് പറയുന്നു, സാധാരണക്കാരനല്ല, അയാൾ ഒരു പെണ്ണാണ്, അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറയുമ്പോൾ ബോഡിഗാർഡ് ചോദിക്കുന്നു, അങ്ങനെ നിങ്ങൾ അറിഞ്ഞെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവനെ എക്സ്പോസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞ് അവന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, അവിടെ നിൽക്കട്ടെ, അയാളെ കൊണ്ട് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഉപകാരം വരും എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ രാജസദസ്സിൽ എല്ലാ മന്ത്രിമാരും ഹാജരായി. അവിടെ വെച്ച് നമ്മുടെ പ്രിൻസ് ഹീച്ചിങ് രാജാവിനോട് പറയുന്നു, രാജാവേ, നമ്മുടെ രാജ്യത്തുള്ള പ്രജകളെല്ലാവരും വരൾച്ച കാരണം ബുദ്ധിമുട്ടുന്നു, ഭക്ഷണം ലഭിക്കാറില്ല. അതുകൊണ്ട് രാജാവേ, എന്തെങ്കിലും ചെയ്ത് പ്രജകളുടെ ഈ വിഷമം താങ്കൾ പരിഹരിക്കണം. ഉടനെ തന്നെ പ്രിൻസ് ഹീച്ചിങ്ങിൻ്റെ വലങ്കൈയായ മിനിസ്റ്റർ രാജാവിനോട് പറയുന്നു, രാജാവേ, നമ്മുടെ രാജ്യത്തെ പ്രജകൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ട് ഏറെയുള്ള ഭാഗങ്ങളിലോട്ട് നമുക്ക് പ്രിൻസ് ഹീച്ചിങ്ങിനെ അയക്കാം. അവിടെ പ്രിൻസ് ഹീച്ചിങ് ചെന്നാൽ എല്ലാം സെറ്റാക്കും എന്ന് പറയുമ്പോൾ രാജാവിനെ ഇഷ്ടമുള്ള രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന രാജാവിൻ്റെ അങ്കിള് പറയുന്നു, അതെന്താ നിങ്ങൾ ഈ പറയുന്ന, നമ്മുടെ രാജാവ് ഇതൊന്നിനും കൊള്ളത്തില്ല എന്നാണോ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ അവിടെ വലിയൊരു തർക്കമാവുന്നു. ഇതെല്ലാം കേട്ട് നിന്ന നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് ദേഷ്യം വന്ന് രണ്ടു കൂട്ടരെയും വഴക്ക് പറയുന്നു. ഈ രാജ്യത്തിൻ്റെ രാജാവ് ഞാനാണെങ്കിൽ ഇവിടുത്തെ പ്രജകളെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം, ഈ ഒരു പ്രശ്നം 1 മാസത്തിനുള്ളിൽ ഞാൻ പരിഹരിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അവിടെ നിന്നും ഇറങ്ങിയ ശേഷം പ്രിൻസ് ഹീച്ചിങ്ങിനോട് മന്ത്രി പറയുന്നു, ഈ രാജാവ് ഓരോ ദിവസം പോകുന്നവരും കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുക, രാജ്യത്തെപ്പറ്റി ഒരു ശ്രദ്ധയുമില്ലാത്ത വിധത്തിലാണ് രാജാവിൻ്റെ നടത്തം എന്ന് പറയുമ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, എന്തായാലും അയാൾ 1 മാസത്തെ സമയം പറഞ്ഞല്ലോ, നമുക്ക് നോക്കാം എന്ത് ചെയ്യും എന്ന് പറയുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിൻ ഓടി വന്ന്, രാജാവെ, നിങ്ങളെന്നെ ഏൽപ്പിച്ച പണി ഞാൻ വൃത്തിയായിട്ട് ചെയ്തു എന്ന് പറയുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മുടെ ഹീറോയുടെ ടേബിൾമേ ഡാമിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് നമ്മുടെ ഹീറോയിൻ കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറഞ്ഞായിരുന്നു, ഇത് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയല്ല, വേറൊരു രീതിയിലാണ് ചെയ്യുക, അത് ഇതിനേക്കാളും നല്ലതാണ്, പ്രജകൾക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ പറഞ്ഞായിരുന്നു, എന്നാൽ ഒരു ദിവസം കൊണ്ട് നീ അത് ചെയ്തു തീർക്കണമെന്ന്. ആ പണിയാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ചെയ്തു തീർത്തത്. നമ്മുടെ ഹീറോയിൻ നമ്മുടെ മോഡേൺ കാലഘട്ടത്തിലുള്ള നല്ല അടിപൊളി ഡാമും അതിനോടൊപ്പം തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് കനാലും കൂടി ആണ് വരച്ചത്. അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് നമ്മുടെ ഹീറോയുടെ കയ്യിൽ കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തത് കൊണ്ട് എന്തോ റഫായിട്ട് വരച്ചുണ്ടാക്കിയ നമ്മുടെ ഹീറോയിൻ തടി തപ്പാൻ വേണ്ടി പറയുന്നു, ഇത് ഞാൻ റഫായിട്ട് വരച്ചതാണ്, ബ്ലൂ പ്രിൻ്റ് ഒന്നും നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ റഫായിട്ട് വരച്ചതാണ്, ഇത് നമ്മുടെ ആ സ്കോളറിനെ കൊണ്ട് നല്ലോണം വരപ്പിച്ചാൽ മതി, ഇത് ഞാൻ എങ്ങനെ വരയ്ക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയ്ക്ക് അത് കൊടുക്കും. നമ്മുടെ ഹീറോ അത് കണ്ടപാടെ ഒരുപാട് സന്തോഷിക്കുന്നു. ഇതുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ വരൾച്ച എത്രയും പെട്ടെന്ന് മാറ്റാം, എല്ലാ പ്രശ്നങ്ങളും മാറ്റാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഒരുപാട് സന്തോഷിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ടും കൂടി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ള എല്ലാ സെർവൻസും അവരെ നോക്കി ഗോസിപ്പ് പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നു, ഇവൻ എന്നെ കണ്ടിട്ടാണോ നിന്നെ കണ്ടിട്ടാണോ ഈ ഗോസിപ്പ് അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ മെയ്ഡ് പറയുന്നു, നീ അറിഞ്ഞില്ല ഈ പാലസിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും, ഇവിടെ ഒരുപാട് ഗോസിപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെന്താ ഞാൻ അറിയാത്ത ഗോസിപ്പ് എന്ന് ചോദിക്കുമ്പോൾ വാ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവൾ പറയും. പാലസിലാകെ ഒരു ടോക്കുണ്ട്, നമ്മുടെ കിങ് പൊതുവെ പെണ്ണുങ്ങളുമായിട്ട് ഒരടുപ്പും കാണിക്കാറില്ല. ഇപ്പോൾ കിങ്ങിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും കൂടി കിങ്ങിൻ്റെ ക്യൂനുമായിട്ട് ഒരടുപ്പവും ഇതുവരെ കാണിച്ചിട്ടില്ല. അതിന് കാരണം നമ്മുടെ കിങ് പെണ്ണുങ്ങളെ അല്ല ഇഷ്ടപ്പെടുന്ന ആണുങ്ങളെയാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി നീയും കിങ്ങും കൂടി വളരെ അടുത്തിടപഴകുന്നത് എല്ലാവരും കണ്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം കിങ്ങിന് ആണുങ്ങളെ ഇഷ്ടമെന്നല്ലേ. അപ്പോൾ അവൾ പറയുന്നു, അയ്യോ ഞാൻ ആണല്ല പെണ്ണാണ്. അതെനിക്കറിയാം, പക്ഷെ ഇവിടെയുള്ള കിങ്ങിനോ മറ്റുള്ളവർക്കോ ആർക്കും അറിയില്ലല്ലോ, കിങ്ങിനും അറിയില്ലല്ലോ. അതിനർത്ഥം കിങ്ങിന് പെണ്ണുങ്ങളോടല്ല ആണുങ്ങളോടാ താല്പര്യം എന്ന് തന്നെയല്ലേ. അല്ലെങ്കിൽ പിന്നെ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ കിങ്ങിന് ആകെ ഒരു വൈഫേ ഉള്ളൂ, അത് തന്നെ എംപ്രസ് ഡോവേജറും മിനിസ്റ്റർ കൂവും കൂടി നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. അവർ ഇതുവരെ ഒരുമിച്ച് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ പിന്നെ അതിനർത്ഥം അതൊക്കെ തന്നെയല്ലേ.
അങ്ങനെ കിങ്ങിനെ കുറിച്ചുള്ള ഗോസിപ്പൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഹീറോയിന് ഒരു ബുക്ക് കൊടുക്കുന്നു. വൈ മസ്റ്റ് ദ എംപറർ ലവ് മീ എന്ന് പറഞ്ഞാണ് ബുക്ക്. നമ്മുടെ ഹീറോയിൻ ആ ബുക്കിനെ പുച്ഛിച്ച് തെള്ളുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു, ഈ ബുക്കിൽ എങ്ങനത്തെ കഥയുള്ളത് നിനക്കറിയാവോ? ഈ ബുക്കിലെ കഥയനുസരിച്ച് ഒരു കിങ് അയാളുടെ പാലസിലുള്ള ഒരു യൂനച്ചിനെ ലവ് ചെയ്യുന്നു. ആ കിങ് യൂനച്ചിനെ ഒരുപാട് സ്നേഹിച്ച ശേഷമാണ് അറിയുന്നത് ആ യൂനച്ച് ഒരു പെണ്ണാണെന്നുള്ള കാര്യം. അത് കേട്ടപാടെ നമ്മുടെ ഹീറോയിൻ്റെ കിളി പോയി. കാരണം അത് അവളുടെ ലൈഫുമായിട്ട് സംബന്ധിച്ചിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഭയങ്കര ആൻഷിയറ്റോട് കൂടി ബാക്കി എന്താ പറ എന്നവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു. ബാക്കി എന്താവാനാ, എംപ്രസ് ഡോവേജർ ഇത് അറിഞ്ഞപ്പോൾ ഇത്രയും നാളും യൂണച്ച് എല്ലാവരെയും പറഞ്ഞു പറ്റിച്ചു എന്നും പറഞ്ഞ് എംപററിനോട് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് ആ യൂണച്ചിൻ്റെ തലയറുത്തു. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയിൻ മനസ്സിൽ കരുതി, ഉയ്യോ ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടും സേഫ് അല്ല, എൻ്റെ വീട്ടിൽ പോകാനുള്ള മാർഗ്ഗം എങ്ങനെയെങ്കിലും ഞാൻ കണ്ടുപിടിക്കണം, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തിരിച്ചു പോകാനുള്ള വഴി ആലോചിക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്